എല്ലാവർക്കും ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് ഗുരുവായൂരമ്പലം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖങ്ങളും മറന്ന്, എല്ലാ സങ്കടങ്ങളും മറന്ന് ഭഗവാനെ കാണുന്ന ആ ഒരു മുഹൂർത്തം, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത് തന്നെയാണ്. നവംബർ 23 ഗുരുവായൂർ ഏകാദശി. ഈ ഏകാദശി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഈ വഴിപാടുകൾ ചെയ്താൽ, ഈ 3 വഴിപാടുകൾ ചെയ്ത നിങ്ങളുടെ മനസ്സിലുള്ള ഏതാഗ്രഹവും ഭഗവാൻ നടത്തിത്തരും. നമ്മുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞ് ആത്മാർത്ഥമായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും നടത്തിത്തരും. ഈ 3 വഴിപാടിതാണ്. 1. നെയ്വിളക്ക് തെളിയിക്കുക. 2. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട വനമാല സമർപ്പിക്കുക. ചെത്തി, തുളസി, താമര, ഇത് 3 ഇടവിട്ട് കെട്ടി ചാർത്തുന്ന മാലയാണ് വനമാല. വനമാല കണ്ണന് ഏറ്റവും പ്രിയപ്പെട്ട മാലകളിൽ ഒന്നാണ്. വനമാലയിട്ട് പ്രാർത്ഥിച്ചാൽ ഭഗവാന് വളരെയധികം പ്രസന്നവദനായി കാണപ്പെടുമെന്നാണ് പറയുന്നത്. 3. പാൽപ്പായസം കഴിപ്പിക്കുക. സന്തോഷത്തോടുകൂടി ഭഗവാന് പാൽപ്പായസം കഴിപ്പിക്കുക. എന്നാൽ ഈ ഗുരുവായൂർ ഏകാദശിക്ക് കുറെ ഐതിഹ്യങ്ങളുണ്ട്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. വ്രതങ്ങളിൽ ശ്രേഷ്ഠമാണ് ഏകാദശി വ്രതം, ഗുരുവായൂർ ഏകാദശി വ്രതം. വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിനത്തിൽ ഗുരുവായൂർക്ക് എഴുന്നള്ളുന്നുവെന്നാണ് ഐതിഹ്യം. ദേവേന്ദ്രനും മറ്റ് ദേവീദേവന്മാരും ഗുരുവായൂർ ഏകാദശിയിൽ പങ്കുകൊള്ളുവാനെത്തുമെന്നും വിശ്വാസമുണ്ട്. ഈ മഹിമയിൽ ഗുരുവായൂർ ഏകാദശി മഹാശ്രേഷ്ഠവും പാപഹരവും പരിപാവനവുമായ ഏകാദശി എന്ന ഖ്യാതി കരസ്ഥമാക്കി. 1000 അശ്വമേധയാഗങ്ങൾക്കും 100 കണക്കിന് വാജപേയ യാഗങ്ങൾക്കും ഈ ഏകാദശിയുടെ 16 യുഗത്തിൽ ദേവലോകം ആക്രമിച്ച് കൈയടക്കിയ മുരാസുരനെ തോൽപ്പിക്കാൻ ദേവഗണങ്ങളെല്ലാവരും ഒത്തുചേർന്ന് യുദ്ധം തുടങ്ങിയതിനാൽ യോഗനിദ്രയിലായിരുന്ന ശ്രീ മഹാവിഷ്ണുവിന്റെ ദേഹത്ത് നിന്ന് വിവിധ ആയുധങ്ങളുമേന്തിയ ദിവ്യ തേജസ്വിയായ സ്ത്രീ രൂപം പ്രത്യക്ഷപ്പെട്ട് മുരാസുരനെയും സംഘത്തെയും ഭസ്മീകരിച്ചു. ഈ ബഹളത്തിനിടയിൽ യോഗനിദ്രയിൽ നിന്ന് ഉണർന്ന മഹാവിഷ്ണുവിനെ നമസ്കരിച്ചു നിന്ന സ്ത്രീ രൂപത്തോട് ആരാണ് നീയെന്ന് ഭഗവാൻ ചോദിച്ചു. ഞാൻ ഏകാദശിയാണെന്നവൾ മറുപടി നൽകി. സന്തുഷ്ടനായ ഭഗവാൻ എന്തു വരം വേണമെന്ന് ചോദിച്ചു. സന്തുഷ്ടനായ മഹാവിഷ്ണു അവളെ അനുഗ്രഹിച്ചുകൊണ്ട് ഭവതി ആഗ്രഹിക്കുന്നെല്ലാം നിറവേറ്റിത്തരാമെന്നും ഏകാദശി വ്രതം കൃത്യനിഷ്ഠയോടെ ഭക്തി ആദരപൂർവം അനുഷ്ഠിക്കുന്നവർക്കെല്ലാം ഐഹിക സുഖങ്ങളും ഒടുവിൽ പരമ സായുജ്യവും ലഭിക്കുമെന്നും അനുഗ്രഹിച്ചു. ഭൂലോക വൈകുണ്ഠം എന്ന ഖ്യാതിയുള്ള ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ്. ക്ഷീരസാഗരത്തിൽ അനന്തശയ്യായി പള്ളികൊള്ളുന്ന ഭഗവാൻ യോഗനിദ്രയിൽ നിന്നുണർന്ന് ലക്ഷ്മി ദേവിയോടുകൂടി ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്ന മഹാപുണ്യദിനം കൂടിയാണ് ഈ ഏകാദശി നാൾ. ഭഗവത്ഗീത അർജുനന് ഭഗവാൻ ഉപദേശിച്ച ഈ പുണ്യദിനത്തെ ഗീതാദിനമായും വിശേഷിപ്പിക്കുന്നു. ദേവേന്ദ്രൻ സുരഭിയുമായി വൃന്ദാവനത്തിലെത്തി ഭഗവാനെ വന്ദിച്ചതും സുരഭി പാൽ ചുരത്തി ഗോവിന്ദാഭിഷേകം നടത്തിയതും ഈ ഏകാദശി ദിനത്തിലായിരുന്നുവെന്നാണ് ഐതിഹ്യം. അദ്വൈതാചാര്യനും ശൈവാവതാരവുമായ ആദിശങ്കരാചാര്യർ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പൂജാക്രമങ്ങൾ ഇന്ന് കാണുന്ന വിധം ചിട്ടപ്പെടുത്തിയതും ശുക്ലപക്ഷ ഏകാദശി ദിനത്തിലായിരുന്നു അത്രേ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർക്ക് നഷ്ടപ്പെട്ട ശബ്ദം തിരിച്ചു കിട്ടിയതും ശിഷ്യഗണങ്ങളുമായി ഗുരുവായൂരിലെത്തി സംഗീതാരാധന നടത്തിയതും ഈ മഹാദിനത്തിലാണത്രേ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ താന്ത്രിക ചടങ്ങുകൾക്കൊഴികെ മുഴുവൻ സമയവും ദർശനത്തിനായി ശ്രീകോവിൽ തുറന്നിരിക്കുന്ന ദിവസവും ഇതാണ്.
ഗുരുവായൂർ ക്ഷേത്രപ്രതിഷ്ഠ നടത്തിയതും ഈ സുദിനത്തിലാണെന്ന് പ്രത്യേകം ശ്രദ്ധേയമാണ്. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് തൻ്റെ പ്രസിദ്ധമായ നാരായണീയ ഗ്രന്ഥം ഗുരുവായൂർ ഭഗവത് സന്നിധിയിൽ സമർപ്പിച്ചതും ഏകാദശി മഹാപുണ്യ ദിനത്തിലാണ്. ഗുരുവായൂർ ഏകാദശി മഹത്വം ഉൾക്കൊണ്ട കൃത്യനിഷ്ഠയോടെ വ്രതാനുഷ്ഠാനങ്ങളിലും ചടങ്ങുകളിലും പങ്കെടുക്കുന്നവർക്ക് ഭഗവത് ദർശന സൗഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. സർവം കൃഷ്ണാർപ്പണവസ്തു. കൃഷ്ണ ഗുരുവായൂരപ്പ.